പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പേരൻസ് ആണെങ്കിലും ഈ മക്കളുടെ ഒരു ആവശ്യം അതായത് അവർക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക, അവർക്ക് കുറേ സ്വത്തുക്കൾ കൊടുക്കുക എന്നതിലല്ലാതെ ഒന്ന് അടുത്തിരുത്തിയിട്ട് അവരുടെ വിഷമങ്ങൾ കേൾക്കണം. ഒരു വലിയൊരു പോയിന്റ് ആണോ സ്നേഹ? പാരന്റിങ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഓക്കെ. പക്ഷെ എല്ലാരും പാരന്റ് ആവാൻ എനിക്ക് തോന്നുന്നു ഡിസേർവ് ചെയ്തവരല്ല. അവരുടെ ആ ഒരു ലൈക്ക് കല്യാണം കഴിയുന്നു, കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു, നോക്കണം, ഒരു ഡ്യൂട്ടി, അതിലങ്ങ് പോകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, എല്ലാരും കുഞ്ഞുങ്ങളാണ്, എല്ലാവരും കുഞ്ഞുങ്ങളാണ്, നമ്മുടെ പാരൻസ് ഉൾപ്പെടെ കുഞ്ഞുങ്ങളാണ്. അവർ വലുതായപ്പോൾ അവർക്കുള്ള ഒരു ഡിസൈഴ്സും കാര്യങ്ങളും, അവർ വിവാഹം കഴിച്ചു, ആൻഡ് അവരുടെ ജീവിതം ഇങ്ങനെയാണ് പോവേണ്ടതെന്ന് ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് പോലെ അവർ പോവുകയാണ്. അവരുടെ ഉള്ളിൽ ഹീലാവാത്ത ഒരു എന്താ പറയുക, പല തരത്തിലെ മുറിവുകളുള്ള മനുഷ്യർ അവരുടെ ഉള്ളിൽ കുഞ്ഞായിട്ടുണ്ട് ഇപ്പോഴും. അത് അവർ ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് നമ്മളോട് അത്രയും ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ പല രീതിയിലുള്ള സിറ്റുവേഷൻസിൽ ജീവിച്ച് പോകുന്നത്. ഇപ്പം എൻ്റെ അമ്മയ്ക്കൊക്കെ ആയാലും ഞാൻ ഈ പറഞ്ഞതുപോലെ അമ്മയുടെ 2ാം വയസ്സിലോ 1ാം വയസ്സിലോ എന്തോ ആണ് അപ്പൂപ്പ മരിക്കുന്നത്. സോൾജിയർ ആയിരുന്നു. അതിനുശേഷം അമ്മൂമ്മയാണ് നോക്കിയത്. ആൻഡ് അമ്മൂമ്മയുടെ ഒരു കാര്യം, അപ്പോൾ ഒറ്റ മോളായിരുന്നു, സിബിലിങ്സ് ഇല്ല. അപ്പോൾ കസിൻസ് ഒക്കെ ആയിട്ട് കൂട്ടുകുടുംബമായിട്ടാണ് വളർന്നത്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു കാര്യത്തിൽ അവർക്ക് അനുഭവിച്ച ഒരു ഇഷ്യൂസ് വേറെ ആയിരിക്കാം. അതിൽ നിന്നൊന്നും ഓക്കെ ആവാതെ വരുമ്പോൾ അവർക്ക് ഫേസ് ചെയ്യുന്ന എപ്പോഴും എന്താ, ഡ്യൂട്ടീസ് ചെയ്യണം. ആ ഡ്യൂട്ടീസ് ചെയ്തങ്ങ് പോവുക. കൂട്ടത്തിൽ സ്നേഹം ഇല്ല എന്നല്ല, ഉണ്ട്, പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു അവരുടെ ജീവിതം മേ ബി അവർ ജീവിച്ചു വന്നത്. അപ്പോൾ അത് എന്നിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് തുറന്ന് പറയാൻ പറ്റുന്ന ആൾക്കാർ ആയിട്ട് എനിക്ക് തോന്നിയില്ല ആ സമയത്ത്. അല്ലെങ്കിൽ എനിക്ക് പേടിയായിരുന്നു, എൻ്റെ ഉള്ളിൽ പേടി എന്ന് പറയുന്ന കാര്യമായിരുന്നു ഏറ്റവും കൂടുതൽ ഫ്രണ്ടിൽ നിന്നത്. എന്നെ അലർട്ട് ചെയ്ത് പേടിയാ, എന്നെ അലർട്ട് ചെയ്ത് പേടിയായിരുന്നു. ഇത് ഇത്രയും ചിരിച്ചു നിൽക്കുന്ന ഒരു ഭയങ്കരമായിരുന്നു കേട്ടോ ഇത് ജീവിതം. ഇന്നൊരുപാട് മാറി. ഈ സ്നേഹ, ഈ ലൈഫിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചവർക്ക് അറിയത്തുള്ളൂ അതിന്റെ വേദന. അതൊക്കെ അത്രേ ഉള്ളൂ.